എല്ലാവർക്കും സുഖല്ലേ? ഗുഡ് മോർണിംഗ്. ശനി ഞായർ 2 ദിവസത്തെ ഡിഗ്രിയുടെ പരീക്ഷ ഉണ്ടായിരുന്നു. കളിക്കാനുള്ളതൊക്കെ പോയി കളന്ന് എഴുതിയിട്ടൊക്കെ വന്നു. അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അടുത്ത ശനിയാഴ്ച ഉണ്ട് എക്സാം. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണോ അല്ലേ? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൈ നല്ല വേദന ഉണ്ട് കേട്ടോ. കൈ നല്ല വേദന. അപ്പം ഇന്ന് കാപ്പി അമ്മമ്മ വരുത്തരാന്ന് പറഞ്ഞു. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കുത്തി ഇറങ്ങുക. ദോശയും ചമ്മന്തിയുണ്ട്, മല്ലിക്കറിയുണ്ട്. വേറെ വലിയ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങളവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ആരും കമൻ്റ് ഒന്നും ചെയ്യാറില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് വല്ല വിരോധം ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ. എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റൊക്കെ കുറവാണ്. ഓക്കെ. എൻ്റെ സ്നേഹിയാണേ അമ്മ എനിക്കൊരു മുട്ട പൊരിച്ചു തരാമെന്ന് പറഞ്ഞു. ദോശയും കൂടെ തട്ടാൻ മുട്ട കടയാണ് എൻ്റെ അമ്മ. കടഞ്ഞ് ഒരു ചെറിയ മുട്ട പൊരിച്ചു തരാമെന്ന് പറഞ്ഞു. അതും മാങ്ങ അച്ചാറും ദോശയും വെച്ച് തട്ടാന്ന് വിചാരിച്ചു. മുട്ട ഓംലേറ്റേ പോവും രാവിലെ. എനിക്ക് വേറെ കറിയൊന്നും വേണ്ട. ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ അത് എല്ലാം ധാരാളം. എങ്ങനെ ഉണ്ടോ നോക്കാം. ഓക്കെ. അതാ നമ്മുടെ മുട്ട അതാ വീഴുന്നു. അമ്മ പറയുന്നു മുട്ട ഓടുന്നെന്ന് പറയുന്നു. മുട്ട ഓടാതെ ഒരിടത്ത് നിന്നില്ല. മര്യാദക്ക് നിന്നോണം. മുട്ട മര്യാദയാണ്. മുട്ടയ്ക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടി. ഇങ്ങനെ ഓടിയ പിന്നെ എവിടെ പിടിച്ചാൽ കിട്ടും? നമുക്ക് തിന്നണ്ടേ? അല്ല പിന്നെ മുട്ടയെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് ആൾക്കാർ. നാടൻ കോഴിയിലെ മുട്ടയെന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കും. ഇതേ വെള്ളക്കോഴിയിലെ. അതുകൊണ്ടാണ് ഇത്ര ഓട്ടം. മുട്ട ദോശ അച്ചാറും നല്ല കോമ്പിനേഷൻ. എനിക്കിഷ്ടമുണ്ട്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? അച്ചാറും വെച്ച് കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ അമ്മമ്മയാണ് വേറെ തന്ന്. വല്ലാത്ത ഉള്ളിലാണ്. അതിൻ്റെ കൂടെ പെട്ടെന്ന് ചായ കൂടെ കുടിച്ചില്ലെങ്കിൽ ഉരുള അങ്ങനെ പോവില്ല. അമ്മമ്മയുടെ ഉരുള അങ്ങനത്തെ ഉരുളയാണ്. ദോശ ചട്നി ദോശ കഴിക്കാനും സമ്മതിക്കും. ചട്നി അല്ല, മല്ലിക്കറി. നിങ്ങളോട് മല്ലിക്കറി വെക്കൂലേ? മല്ലിക്കറി ദോശ. ഞാൻ അച്ചാറും വെച്ചാണ് പറഞ്ഞത്. നമ്മൾ പാവപ്പെട്ടവർ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു. വസന്ത നെറ്റിയിൽ എഴുതി. പാവപ്പെട്ടവർ മുട്ട ഓംലേറ്റ് ഉണ്ടെങ്കിൽ ദോശ പോവും. നമ്മൾ നാടൻ കോഴിയുടെ മുട്ട അല്ലല്ലോ ഒന്ന്, വെള്ള കോഴിയിലല്ലേ. ഓരോരുത്തർക്കും ഓരോ കറിയാണ്. അച്ഛന് ചമ്മന്തി കറി, എനിക്ക് അച്ചാറ്, അമ്മയ്ക്ക് മല്ലിക്കറി. ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടോ സ്പെഷ്യലായിട്ട്? അച്ഛന് മുട്ട കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചമ്മന്തിക്കറി മാത്രം വെച്ച് തട്ടാണ്. വേറൊരാളും മുട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കും. കുട്ടോ ഞാനാണ് വിളിച്ചത്. നോക്കാൻ പറഞ്ഞാ നോക്കണം. എന്താ ആൻസർ? എവിടെ കിടക്കുവാ കുട്ടി? ഇവിടെ കടയിൽ കൊടുക്കാൻ പറഞ്ഞാ എവിടെ കിടക്കുക? അയ്യോ, അങ്ങനെ നമ്മുടെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ലത്തീഫ് മുഹമ്മദ് എത്തിയിരിക്കുകയാണ്. കാണാൻ കിട്ടുന്നില്ലായിരുന്നു. അന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിനൊക്കെ ഇപ്പൊ ഒടുക്കത്തെ വിലയല്ലേ. നമ്മളെ മാമനെ പോലെ വേറെ ആരും ഇല്ല. വിഴിഞ്ഞം ഫ്രഷ് മീനാണ്. ഇതിന്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതില് കാര്യമില്ല കേട്ടോ. വിഴിഞ്ഞം ഫ്രഷ് മീൻ. ഇതുപോലെ മീൻ കൊണ്ടുവരുന്ന വേറെ ആരുമില്ല. അപ്പൊ നമ്മളെ മീനുകളൊക്കെ ചാടി നിൽക്കുകയാണ്. കണ്ടല്ലേ? മീൻ കിടന്നത് ചാടി പുള്ളി ചാടുകയാണ്. മീൻ ആരുടെ വന്നാൽ ഇതുപോലത്തെ വിഴിഞ്ഞം ഫ്രഷ് മീൻ വാങ്ങാം. ഓരോ മീനും തുള്ളി ചാടുകയാണ്. കാണാനുള്ളവർ കമന്റ് ചെയ്തു.